അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫവാസിന്റെ അടുത്ത് ഷോറൂം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നാണ്. ഫവാസെ, എങ്ങനെ പുതിയ സ്റ്റോക്ക് ഒക്കെ? പുതിയ 2 സ്റ്റോക്ക് പുതിയ കയറിയതാണ്. സ്റ്റോക്ക് ഇന്ന് കയറിയതാ? ഏതാ? ഗ്രാൻഡ് ഉണ്ട്, ഓട്ടോമാറ്റിക്കലി ഒരു എക്സ്പ്രസോ ഉണ്ട്. ഒരു പ്രത്യേകത ഓട്ടോമാറ്റിക് ആണ്. 30 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക്കിന് 30 കിലോമീറ്റർ മൈലേജ്. എക്സ്പ്രസോ അതെ, CNG ആഡ് ചെയ്തിട്ടുണ്ടോ? CNG ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2020 മോഡല്, സെക്കൻഡ് ഓൺഷിപ്പ്, VXi. എക്സ്പ്രസോ നല്ല വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ടല്ലോ. KL07 എറണാകുളം രജിസ്ട്രേഷനിൽ CNG ആഡ് ചെയ്തിട്ടുള്ള വാഹനം ആയതുകൊണ്ട് 30 മുകളിൽ വലിയ കിട്ടും. കാരണം വാഗണറിന് തന്നെ കിട്ടുന്നുണ്ട് 30ന്റെ മുകളിൽ 30-35 അവർ 30 to 35 വരെ ഓട്ടോമാറ്റിക്കലി മൈലേജ് പ്രതീക്ഷിക്കാവുന്ന 2020 മോഡൽ നിൽക്കുന്ന വാഹനം. ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് ആണ്. നല്ല അടിപൊളി സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ട്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. ഇത് VXi പ്ലസ് അല്ലേ? കാരണം സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട്. VXi പ്ലസിലാണ് വരുന്നത്. VXi പ്ലസ് കാരണം ഫീച്ചേഴ്സ് വരുന്നുണ്ടല്ലോ. അതുപോലെ അത്യാവശ്യം നല്ല ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു. അത്യാവശ്യം ബോഡി വൃത്തി. സ്റ്റോക്ക് വന്ന കണ്ടീഷനാ? ജസ്റ്റ് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. വന്ന കണ്ടീഷൻ അല്ലേ? എത്ര പ്രൈസിംഗ് വരുന്നത്? 420 റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. 420 വേണ്ടാവോ? ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ അല്ലേ? മാക്സിമം പ്രൈസ് കുറച്ചിട്ട് ഈ മാസം ഡിസംബറിൽ അങ്ങോട്ട് അടിപൊളി സെയിൽ ചെയ്തോ. ഓക്കെ, ഒരു 420 പ്രൈസ്, ഒരു 50,000, ഒരു 45,000 രൂപ കുറച്ചോ. 375 ഈ ഒരു ഓട്ടോമാറ്റിക് കൊടുക്കല്ലേ? എന്ത് പേടിച്ചോ? 375 ഒരു ഓട്ടോമാറ്റിക് എസ്പ്രസോ VXi പ്ലസ്, അതും CNG ഉള്ള വാഹനം സ്വന്തം. എനിക്കൊണ്ട് VXi എന്നൊക്കെ RC അതാണ് VXi വണ്ടിക്കകത്ത്. ഓക്കെ, അപ്പൊ CNG ആഡ് ചെയ്തിട്ടുള്ള ഒരു 35 കിലോമീറ്റർ മൈലേജ് ഉള്ള വാഹനം സ്വന്തമാക്കാം. അതും ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് എടുക്കുന്നത്. ഇനി നേരെ ഗ്രാൻഡ് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? 2019 മോഡല്, സിംഗിൾ ഓൺഷിപ്പ്, ജസ്റ്റ് വന്ന് സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സ്പോർട്സ് വേരിയന്റ്, സർവീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ പോയിട്ടുള്ള വെഹിക്കിൾ. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ് അല്ലേ? സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ, 19 മോഡൽ സ്പോർട്സ് ആണ്. നല്ല സീറ്റ് വർക്ക് അഡീഷണൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. ഇത് സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. സ്റ്റോക്ക് കണ്ടീഷൻ. ടയർ കുറച്ച് കുറവുണ്ട്. ബമ്പറിന്റെ അവിടെ ക്ലിപ്പ് പോയിട്ടുണ്ടോ? അങ്ങനെ ചെറിയ കൊച്ചു വർക്കുകൾ. കേൽപ്പത്ത് മലപ്പുറം രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം. എത്ര ഇതിന്റെ പ്രൈസിംഗ് വരുന്നത്? 4,25,000 രൂപ. 4,000 അത്രയൊന്നും വേണ്ട. പ്രൈസ് കുറച്ചോ? മാക്സിമം കുറച്ചോ? ഡിസംബറിൽ മാക്സിമം കുറച്ചിട്ട് ഒരു 385 എടുത്തോ. 2019 മോഡൽ സ്പോർട്സ് ഗ്രാൻഡ് ഐറ്റൻ വാഹനം, സിംഗിൾ ഓൺഷിപ്പിൽ പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം. 385 ചെറിയ വർക്കുകൾ എടുക്കാനുണ്ടാവും. അതായത് ടയർ കണ്ടീഷൻ കുറച്ച് കുറവുണ്ട്. അങ്ങനത്തെ കുറച്ച് ചെറിയ വർക്കുകൾ. സ്റ്റോക്ക് വന്ന കണ്ടീഷൻ അല്ലേ? ഓയിൽ സർവീസ് തുടങ്ങിയ ജനറൽ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ടാവും. അപ്പോൾ 385 എനിക്കൊണ്ട് 2019 ഫുൾ ലോൺ സ്വന്തമാക്കാം. മാക്സിമം 2 വാഹനം ഇപ്പോൾ മാക്സിമം ഫുൾ ലോണിൽ സ്വന്തമാക്കാൻ പറ്റിയുള്ള വാഹനങ്ങളാണ്. അപ്പോൾ 2 വാഹനങ്ങളും കാലബെട്രൂച്ചൂസിന്റെ മലപ്പുറം പനങ്ങാങ്ങര ഫവാസിന്റെ ഷോറൂമിൽ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്. നേരെ ഷോറൂം വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ഫവാസിന്റെ നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസും ഫോട്ടോസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് വാഹനങ്ങൾ ഇതേപോലെ ഷോറൂമിൽ സ്റ്റോക്ക് ഉണ്ട്. നേരെ ഷോറൂം വിസിറ്റ് ചെയ്യുക. താങ്ക് യു.